ഇന്നിതാ കേൾക്കുന്നു അഖിൽ മാരാർ 2020 വിട്ടുവെന്ന്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. എനിക്ക് മാന്യമായ രീതിയിൽ മത്സരിക്കാനുള്ള ഒരു അവസരം നൽകണമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഒരുവിധം ഓടിയെത്തി അതിലൂടെ ഉണ്ടാക്കിയെടുത്ത ഇഷ്ടമാണ്. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് എന്നിലുള്ള സത്യസന്ധത കണ്ടിട്ടാണ്. അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അപ്പം ഞാൻ കരുതി അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കും. ഞാൻ പണ്ടും എൻ്റെ നാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് പോലും NDAക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ അത് തൃക്കാക്കരയിൽ ഞാൻ മത്സരിച്ച മണ്ഡലത്തിലായിരുന്നു. ഇവിടെ ഇപ്പം ജയിക്കെത്തുന്ന ഒരു സാധ്യതയില്ല. ഇവിടെ ഇപ്പം ജയിക്കെത്തുന്ന ഒരു സാധ്യതയില്ല. എനിക്കൊന്നും നാണമില്ലല്ലോ. ഇല്ല സാർ, ഇതിലെല്ലാ നഷ്ടങ്ങളും പേരേണ്ടി വരുന്ന ഒരാൾ ഞാനാണ്. ഇപ്പൊ പേളിമാണിക്ക് 4 ലക്ഷം ഫോളോവേഴ്സ് പോയെന്ന് എനിക്കും പോയിട്ടുണ്ട് 10,000-70,000 ഫോളോവേഴ്സ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. നമ്മളെ വിളിക്കുന്ന പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടും ഒഴിവാക്കുന്ന അവസ്ഥ. ഞാൻ ദുബായിൽ പോയ സമയത്തും മറ്റുമൊക്കെ ഇതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ. നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അപ്പോൾ ഞാനിത് കേൾക്കാം, ഞാൻ തയ്യാറാണിത് കേൾക്കാൻ. പക്ഷേ ഇതൊക്കെ കേൾക്കാൻ കാരണക്കാരനായ ഒരാൾ സുഖിച്ച് ഒരക്ഷരം മിണ്ടാതെ അപ്പുറത്ത് നിൽക്കുകയാണ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. ചോദിച്ച സീറ്റ് കിട്ടിയില്ല, തരാമെന്ന് പറഞ്ഞ സീറ്റ് നൽകിയില്ല. മറ്റൊരു സ്ഥലത്ത് കൊണ്ടിട്ട് ചതിച്ചതിന് ശേഷവും അവരുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ നമ്മളുടെ അടുത്ത് ഒരു മര്യാദ പോലും ഇത്രയും നാളായിട്ട് കാണിച്ചിട്ടുമില്ല. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. മൂഞ്ചി നമ്മള് മൂഞ്ചി. പാർട്ടിയുടെ ഭാഗമാകണമെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന അഖിൽ മാരാറിന്റെ ഓഡിയോ പുറത്തുവിട്ട് 2020. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇപ്പോ അഖിൽ മാരാർ ചെയ്യുന്നതിനോട് നമ്മൾ ഇപ്പൊ പ്രതികരിക്കണം, അത് 1 വർഷം കഴിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതിയോ? പിഷാരടി അങ്ങനെയാണ് ചോദിച്ചത്. കാരണം ഇന്ന് പറയുന്ന കാര്യമായിരിക്കില്ല അദ്ദേഹം 1 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാൻ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും